നിനക്ക് ഞാനൊരു വഴി ഒരുക്കി തന്നിട്ടുണ്ട്. അവിടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും നിനക്ക് നല്ല മുന്നേറ്റ മാർഗങ്ങളും സന്തോഷവും ഉണ്ടാകും. എന്നാൽ വ്യക്തിഗത ആകർഷണങ്ങളിൽപ്പെട്ട് മാനസിക വ്യതിചലനം സംഭവിച്ച് മറ്റ് ദിശകളിലേക്ക് നീ തിരിയുമ്പോൾ നേടിയതിലും ഇരട്ടി നഷ്ടങ്ങളായിരിക്കും സംഭവിക്കുന്നത്. സത്യത്തിന്റെ വഴിയിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും നിനക്ക് സംരക്ഷണയൊരുക്കിയുള്ള മുന്നേറ്റ മാർഗങ്ങൾ അവിടുണ്ടാകും. എന്നാൽ ചതിയുടെ വഴിയിൽ കഷ്ടതകൾ ഉണ്ടാവില്ലെങ്കിലും ആകർഷകമായ ഒന്നും തന്നെ നിനക്ക് മുന്നോക്കമുള്ള സംരക്ഷണം ഒരുക്കില്ല. സത്യത്തിന്റെ വഴി നിനക്കായി കാത്തു നിൽക്കുന്ന പോലെ നിനക്കൊപ്പവും നിൽക്കും. ചതിയുടെ വഴികളിൽ നിനക്കത് അനുഭവമാവില്ല. സത്യത്തിന് പരാജയം സംഭവിക്കില്ല. എന്നാൽ ചതി പേരുപോലെ തന്നെ പൂർണ്ണ പരാജയമായി മാറും. ധർമ്മവും അധർമ്മവും നിനക്കുള്ളിലാണുള്ളത്. ധർമ്മത്തിനെ നിലനിർത്തുവാനാണ് അധർമ്മമുള്ളത്. അധർമ്മത്തിന് ഒരിക്കലും നിലനിൽപ്പുണ്ടാവില്ല. ധർമ്മം ഒറ്റയ്ക്ക് നിന്നെ നയിക്കും, നിനക്കായി പോരാടുകയും വിജയത്തിലെത്തിക്കുകയും ചെയ്യും. എന്നാൽ അധർമ്മങ്ങൾ നിന്നെ യുദ്ധക്കളത്തിൽ തള്ളിയിട്ട് സ്വയം രക്ഷ നേടും. അങ്ങനൊരു സാഹചര്യം വന്നു ചേർന്നാൽ നിനക്ക് താങ്ങായും തണലായും മാറുന്നത് ധർമ്മമായിരിക്കും. അങ്ങനെയാണ് ധർമ്മത്തിന്റെ മൂല്യവും അധർമ്മങ്ങളുടെ പോരായ്മയും നീ തിരിച്ചറിയുന്നത്. ഓം നമോ ഭഗവതേ രുദ്രായ പാപനാശായ നമഃ എന്ന് പാപനാശ രുദ്രമന്ത്രം ശരീരശുദ്ധി വരുത്തി ദീപം തെളിയിച്ചതിനു ശേഷം 21 തവണ ചൊല്ലുക.